TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഈ ശനിയാഴ്ച പന്തളത്ത് ഫെബ്രുവരി 28. ശുശ്രൂഷകൾ രാവിലെ 10-ന് നാനാക്ക് കൺവെൻഷൻ സെന്റർ. തോമസ് ഊട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. സ്വന്തമായി തീർന്നു ഞാൻ, എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. I hope you are happy today. I hope you are staying blessed. Let me bless you in the name of Jesus Christ. നിങ്ങളുടെ കത്തുകളും നിങ്ങളുടെ ഫോൺ കോളുകളും എല്ലാം ഇറ്റ്സ് വെരി എൻകറേജിങ്. നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയമുണ്ടോ, യു വോണ്ട് ആൻ അർജൻറ്റ് പ്രെയർ, സംവൺ ടു പ്രേ ഫോർ യു, ഈ പറയുന്ന താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക. There are people over here, they are filled with the Spirit, they are waiting for your call to give you that support that you need at the right time. I would like to just read a small verse. ഒരു ചെറിയൊരു വാക്യം എനിക്ക് വായിക്കാൻ ആഗ്രഹമുണ്ട്. It has touched me for the past 2 months, and I would just like to read it to you. It's from Colossians chapter 2 verse 9. It says, "For in him dwells all the fullness of Godhead bodily, and you are complete in him, which is the head of all principality and power." The same fullness that was in Jesus, the same power which was, in him is in you and me today. Can you just believe that with me? Just believe the same power that was in Jesus is in you and me. You know what that means? You are unstoppable. You are unchallengeable. There is no force in this world that can stop you. Hallelujah. I hope this got into you, and start believing it in yourself. Start having that intimate relationship with Jesus Christ. Don't do it as a work. ഒരു പ്രവൃത്തി ചെയ്യുന്ന പോലെ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. He's actually, he's a real person. ഞാനിവിടെ നിങ്ങളോട് നിന്ന് സംസാരിക്കുന്നതിനേക്കാളും he's more real. ഇപ്പം ഞാനിവിടെ വർത്താനം പറഞ്ഞു, I believe he's with me. He's in me. And while you're listening to me, ടിവിയിലായിരിക്കാം, ഇൻ്റർനെറ്റിലായിരിക്കാം, എവിടെ വേണേലും ആയിരിക്കാം, he's with you. And ഇത് രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും, there might be some people who said, what is this kid saying? What is this guy saying? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. To those, I'm telling you, just say, Jesus, come into my life. Just, close your eyes and just say, Jesus, I believe that you died for my sins. I know you loved me and you died for me. Just say, Jesus, come into your life, and all of this will start making sense. I'll assure you that. So, ഇന്നത്തെ മെസ്സേജിലേക്ക് പോകാം. ഇന്നത്തെ മെസ്സേജ് ആണെങ്കിൽ ഇറ്റ്സ് എ ബ്ലെസ്ഡ് മെസ്സേജ്. എക്സ്പെക്ട് സംതിങ് ഗ്രേറ്റ് ഫ്രം ദ മെസ്സേജ്, ആൻഡ് ഓവർ ടു ദ മെസ്സേജ്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും, ലോകം തരുന്ന പോലെ അല്ല എന്ന് പറഞ്ഞ അത്ഭുത ശക്തി എന്റെ കർത്താവിനെ സൗഖ്യമാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ എല്ലാരും വ്യക്തമായിട്ട് കാണാം. ഒരു വ്യക്തി വിശ്വാസത്താൽ സ്പർശിച്ചാൽ അവിടെ അത്ഭുതം നടക്കും. അലർജി ആയിരുന്നു, ഒരു കുഴപ്പമില്ല. ഇപ്പൊ എനിക്കൊരു ചൂട് പോലെ അനുഭവപ്പെട്ടു, എനിക്കിപ്പോ യാതൊരു കുഴപ്പവും ഇല്ല. ഇപ്പൊ നല്ലപോലെ കാണാം, ദൂരേക്ക് ശരിക്കും കാണാം. ആത്മഹത്യക്ക് ഒരുങ്ങിയിരിക്കുന്ന നിന്നെ ഏത് നാട്ടിൽ തകർന്നോ അവിടെ തന്നെ സകല നാട്ടുകാർക്ക് ഒരു അത്ഭുതമായി ജീവിപ്പിക്കാൻ കഴിയുന്ന അത്ഭുത ശക്തി. യേശുക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദേവനല്ല, മാനവജാതിയുടെ രക്ഷയ്ക്കായി ദൈവം അയച്ച സ്വന്തം പുത്രനാണ്. പ്രൈസ് ദി ലോർഡ്. ആ പുത്രൻ മരണം കൊണ്ട് അവസാനിച്ചില്ല, ഉയർത്ത് ജീവിക്കുന്നു. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും എന്ന് ഈ ലോകത്ത് നിന്ന് പറഞ്ഞിട്ട് പോയ ഒരുവനേ ഉള്ളൂ, അത് യേശു മാത്രമാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് എബ്രായ ലേഖനകാരൻ പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവൻ. അങ്ങനെ വേറെ ആരെങ്കിലും ഉണ്ടോ? എനിക്കൊക്കെ ഉള്ളതായിട്ട് അറിയില്ല, അത് യേശു മാത്രമാണ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഹി ഈസ് ദ സെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന ശരീരത്തിൽ ഇവിടെ അവതരിച്ച് ശരീരത്തിൽ കർത്താവിടെ സഞ്ചരിച്ചപ്പോൾ കർത്താവ് എങ്ങനെയായിരുന്നോ ആ കർത്താവിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആ കർത്താവ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇന്നും ചെയ്യും. അന്ന് കർത്താവ് ശരീരത്തിൽ തൻ്റെ മാംസ ശരീരത്തിൽ ഇരുന്ന് ചെയ്തെങ്കിൽ ഇന്ന് തന്നിൽ വിശ്വസിക്കുന്നവരാ തൻ്റെ ശരീരം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കർത്താവിൽ നമ്മൾ വിശ്വസിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അവൻ്റെ കണ്ണും കാലും കാതും ഒക്കെ ആകുകയാണെന്നാണ് കൊരിന്ത് ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ 12-ാം അധ്യായത്തിൽ പറയുന്നത്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇന്ന് ആ അവയവങ്ങളിൽ ആരെങ്കിലും ഒന്ന് കൈ നീട്ടി തൊട്ടാൽ അവിടെ അത്ഭുതം നടക്കും. അത്രേ ഉള്ളൂ ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന കാര്യം. ആർക്കെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെന്നോ ഏതെങ്കിലും ഒരു ദൈവദാസന് പ്രത്യേക കഴിവുകളുണ്ടെന്നോ സിദ്ധികളുണ്ടെന്നോ ഒന്നും തിരുവചനം പഠിപ്പിക്കുന്നില്ല. മറിച്ച് അവനിൽ വിശ്വസിക്കുന്നവർ അവരെന്തപേക്ഷിച്ചാലും അവിടെ അത്ഭുതം നടക്കും. അതിന് മതമില്ല, ജാതിയില്ല. ഈ ഹോളിൽ നിരവധി പ്ലഗുകളുണ്ട്, സോക്കറ്റുകളുണ്ട്. ആ സോക്കറ്റുകളിൽ അല്ലെങ്കിൽ സ്വിച്ചുകൾ ആരിട്ടാലും ഈ ഫാൻ കറങ്ങും. അതിന് ജാതി മത വ്യത്യാസമൊന്നുമില്ല, അല്ലേ? ഇന്ന വിദ്യാഭ്യാസമുള്ള ആൾ സ്വിച്ചിട്ടാലേ, എഞ്ചിനീയറിംഗ് പാസ്സായ ആൾ സ്വിച്ചിട്ടാലേ ഫാൻ കറങ്ങുള്ളന്നില്ല. അതിന് എഞ്ചിനീയറിംഗിന്റെ ആവശ്യമില്ല. എന്നാൽ ഈ കരണ്ട് ഉണ്ടാകാൻ ആരൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടു. അങ്ങ് ഇടുക്കിയിലോ അതുപോലെ ഒരു ഡാമിലോ കോടിക്കണക്കിന് ഘനമീറ്റർ വെള്ളം പിടിച്ചു വെച്ചു, ഡാം കെട്ടി, അത് താഴേട്ട് പതിക്കുമ്പോൾ കരണ്ട് വരികയാണ്. കരണ്ട് നമ്മുടെ സോക്കറ്റ് വരെ എത്തിയിട്ടുണ്ട്, നമ്മുടെ കഴിവുകൊണ്ടല്ല. എന്നാൽ അത് നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ നമ്മളൊരു ആക്ഷൻ ചെയ്യുന്ന പോലെ മാത്രമേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവന്റെ പുനരുദ്ധാന ശക്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? അവന്റെ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പുനരുദ്ധാന ശക്തി ഇന്നും അവൈലബിളാ, ഇന്നും ലഭ്യമാണ്, ഇന്നും ആർക്കും കിട്ടും. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ പറയാണ്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിയുടെ അളവറ്റ വലിപ്പം. ആർക്ക് വേണ്ടി വ്യാപരിക്കുന്നു? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. എന്ത് വിശ്വസിക്കുന്നു? യേശു ഒരു ചരിത്ര പുരുഷനായി ഇവിടെ വന്നതാണെന്നും അവൻ മരിച്ചടക്കപ്പെട്ടെന്ന് ഉയർത്തതാണെന്നും കേൾക്കുമ്പോൾ ആ സത്യം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരളവറ്റ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം ആദ്യമാ കേൾക്കുന്നെങ്കിലും നിങ്ങൾ വിശ്വസിച്ചാൽ ഒരളവറ്റ ശക്തി വ്യാപരിക്കും. ആ അളവറ്റ ശക്തിയിൽ പല കാര്യങ്ങൾ സംഭവിക്കും. നിയമത്തിന് വേണമെങ്കിൽ ഒരു പാപിയെ, ഒരു തെറ്റുകാരനെ ശിക്ഷിക്കാം, ജയിലിലടയ്ക്കാം. പക്ഷെ തെറ്റുകാരന്റെ ഹൃദയത്തിന് രൂപാന്തരം വരുത്താൻ നിയമത്തിന് കഴിയില്ല. ഈ അളവറ്റ ശക്തി വ്യാപരിച്ചാൽ കൊള്ളരുതാത്തവന്റെ ഹൃദയം മാറും. അതുകൊണ്ടാണ് ആ മരത്തിൽ കയറിയിരുന്ന സക്കായി എന്ന് പറയുന്ന മനുഷ്യരുടെ പണം പിടുങ്ങുന്ന ചുങ്കക്കാരൻ മരത്തിൽ കയറിയിരുന്ന കർത്താവിനെ ഒന്ന് നോക്കിയതേ ഉള്ളൂ. യേശുവിന്റെ നോട്ടത്തിൽ ആ മനുഷ്യൻ താഴെ ഇറങ്ങി കരഞ്ഞുകൊണ്ട് പറയുക, ഇനി ഞാൻ ആരെയും വഞ്ചിക്കത്തില്ല. തന്നെ ആരും ശിക്ഷിച്ചില്ല, ജയിലിലടച്ചില്ല, ശിക്ഷ കൊടുത്തില്ല. ആ സ്നേഹത്തിന്റെ അത്ഭുത ശക്തി, അവിടുത്തെ പുനരുദ്ധാന ശക്തി, അത് കണ്ടു കഴിഞ്ഞാൽ വ്യക്തികൾ പാടെ മാറും. മാത്രമല്ല, ആ രക്തസ്രവക്കാരി സ്ത്രീ 18 വർഷം രോഗിയായിരുന്നു. ഡോക്ടർമാർ എത്രയോ പേരെ ചികിത്സിച്ച് ഭേദമാക്കുന്നു. പക്ഷെ ചില രോഗങ്ങൾ ചികിത്സിച്ചാലും ഭേദമാകില്ല. ഈ സ്ത്രീയെ കുറിച്ച് എഴുതിയിരുന്ന ഡോക്ടർമാർക്ക് മുഴുവൻ മുതലും കൊടുത്തിട്ടും അവൾക്ക് സൗഖ്യം വന്നില്ലെന്നാണ്. അതൊരു ബാധയായിരുന്നു, അതൊരു പൈശാചിക ബാധയായിരുന്നു. നമ്മൾ വായിക്കുന്നു, അവൾ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട നിമിഷം ഒരു അത്ഭുത ശക്തി അവളിലേക്ക് വ്യാപരിച്ചു. തൽക്ഷണം അവളുടെ രക്തസ്രവം നിന്നുപോയി. 18 വർഷത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് നടക്കാത്ത കാര്യം ഒരൊറ്റ നിമിഷം നടന്നു. ഇതാണ് ക്രിസ്തുവിന്റെ വ്യാപാര ശക്തി. അന്ന് കർത്താവ് ശരീരത്തിൽ വന്നപ്പോൾ കേവലം 70 മൈൽ ചുറ്റളവിനുള്ളിൽ മാത്രമേ ക്രിസ്തു സഞ്ചരിച്ചുള്ളൂ. അന്ന് താൻ ജീവിച്ച കാലഘട്ടത്തിലുള്ള വിരലിലെണ്ണാവുന്ന ജനങ്ങൾ, അങ്ങനെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇന്നത്തെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ മാത്രം ആ നന്മ അനുഭവിച്ചെങ്കിൽ ഉയർത്തെഴുന്നേറ്റ യേശു പറഞ്ഞു, ഈ എന്നിൽ കൂടെയുള്ള അനുഗ്രഹം കുറച്ചു കാലത്തേക്ക് കുറച്ചു പേർക്ക് മാത്രമുള്ളതല്ല, ലോകത്തിന്റെ അറ്റം വരെയുള്ള ജനതകൾക്ക് ലോക അവസാനം വരെ ഈ ശക്തി പ്രാപിക്കാം.
അതിന് ജാതിയില്ല, മതമില്ല, വർഗമില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറയാണ്, എൻ്റെ പുനരുത്ഥാന ശക്തി, സൗഖ്യമാക്കുന്ന ശക്തി, കഠോരന്മാരുടെ ഹൃദയം രൂപാന്തരപ്പെടുത്തുന്ന ശക്തി, കുടുംബങ്ങളുടെ ശാപക്കെട്ടുകൾ പൊട്ടുന്ന ശക്തി ഇനി എല്ലാവർക്കും അവൈലബിളാണ്. ഇനി പാലസ്തീൻ നാട്ടിലെ 70 കിലോമീറ്റർ അല്ലെങ്കിൽ 70 മൈൽ ചുറ്റളവിലുള്ള കുറച്ചു പേർക്ക് മാത്രമല്ല, യഹൂദൻ എന്ന് പറയുന്ന ഒരു ജനതയ്ക്ക് മാത്രമല്ല, ലോകത്തിലെ സകല രാജ്യങ്ങൾക്കും, സകല ജനതകൾക്കും, സകല മനുഷ്യർക്കും, വിശ്വസിക്കുന്ന ഏവർക്കും ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി. പ്രൈസ് ദി ലോർഡ്. നരഭോജികളെ നരസ്നേഹികളാക്കുന്ന ശക്തി, ക്രിമിനലുകളെ നല്ല പൗരന്മാരാക്കുന്ന ശക്തി, മദ്യപാനികളെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി, തകർന്ന കുടുംബജീവിതങ്ങളെ ഒന്നിപ്പിക്കുന്ന ശക്തി, തലമുറകളായി ശാപം പിടിച്ച വീടുകളുടെ ശാപക്കെട്ടുകൾ പൊട്ടിക്കുന്ന ശക്തി, മരണം കൊണ്ട് അവസാനിക്കാതെ തന്നിൽ വിശ്വസിച്ചവരുടെ ആ കല്ലറ പോലും തുറന്ന് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തി, നരകത്തിൽ പോകാൻ സാധ്യതയുള്ള മഹാപാപികളെ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് സ്വർഗീയരാക്കി മാറ്റുന്ന ശക്തി, ലോകത്തിൽ ഒരു ഡോക്ടർക്കും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത രോഗങ്ങളെ പോലും അത്ഭുത സൗഖ്യമാക്കുന്ന ശക്തി, ലോകത്തിൽ ഒരു മരുന്ന് കമ്പനിയും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത തകർന്ന ഹൃദയങ്ങൾക്ക് തകർന്ന ഹൃദയത്തിന്റെ മരുന്ന് യേശുവിന്റെ കയ്യിലുണ്ട്. ആ അത്ഭുത ശക്തി, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും, ലോകം തരുന്ന പോലെ അല്ല എന്ന് പറഞ്ഞ അത്ഭുത ശക്തി, ശരീരത്തിലും മനസ്സിലും ആത്മാവിലും മരണത്തെ ജയിക്കുന്നതുമായ അത്ഭുത ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി, പുനരുദ്ധാന ശക്തി, അവന്റെ വ്യാപാര ശക്തി, സ്നേഹത്തിന്റെ ശക്തി, സകലത്തെയും കീഴ്പ്പെടുത്തുന്ന ശക്തി എന്ന് വേറൊരിടത്ത് എഴുതിയിരിക്കുന്നു. അവന്റെ അത്ഭുത ശക്തി ഇന്ന് പകലും ഇവിടെ വ്യാപരിക്കുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ഒരു വ്യക്തി ഒരു ഭവനത്തിൽ ഇത് സ്വീകരിച്ചാൽ ആ ഭവനം പാടെ മാറും. ഒരു വ്യക്തി വിശ്വാസത്താൽ സ്പർശിച്ചാൽ അവിടെ അത്ഭുതം നടക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ബിനോയ് ബ്രദറിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മുടെ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബിനോയ് ബ്രദർ ഇന്നലെ രാവിലെ അമേരിക്കയിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ശാസ്ത്രീയ കണക്കനുസരിച്ച് ഇദ്ദേഹം ഇന്നിവിടെ വരണമെങ്കിൽ കല്ലറയെന്ന് എഴുന്നേറ്റ് വരണം. പക്ഷേ ഇദ്ദേഹം അമേരിക്കയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. 2007 ലങ്സ് ക്യാൻസർ സ്ഥിരീകരിച്ച് ഒടുവിൽ RCC, ലേക്ക് ഷോർ, കിംസ്, ഈ 3 ആശുപത്രികളിലും തൻ്റെ രോഗം സ്ഥിരീകരിച്ച് തൻ്റെ ശരീരത്തിൻ്റെ ശക്തിയെല്ലാം ക്ഷയിച്ച് നെഞ്ചിൽ അതിവേദനയുമായി രാത്രി ഉറങ്ങാൻ കഴിയാതെ ശരീരഭാരം 25 കിലോയോളം കുറഞ്ഞ് ഒടുവിൽ താനെ പുനലൂർ ബാറിലെ അഡ്വക്കേറ്റാണ് ഇപ്പോഴും. അങ്ങനെ തൻ്റെ വക്കീൽ പണി എല്ലാം അവസാനിപ്പിച്ച് മരിക്കുമല്ലോ, അതുകൊണ്ട് ബാക്കി കേസുകളൊക്കെ കൂട്ടുകാരെ ഏൽപ്പിച്ചു. പുതിയ കേസ് എടുക്കാതായി. അങ്ങനെ വീട്ടിൽ തന്നെ മരണം കാത്തു കിടക്കുമ്പോഴാണ് ആ രാത്രി നമ്മുടെ TV പ്രോഗ്രാം കാണുന്നത്. ആമേൻ. അദ്ദേഹം ഒരു കൂടുതൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനൊക്കെയാണ്. താന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാറില്ല. എന്നാൽ അന്ന് രാത്രി കേട്ട വചനം, ഞാനെന്ന് പറഞ്ഞ വചനം ഈ മകൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. സഹോദരാ, നീ യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ ഈ ഭൂമിയിൽ ജയകരമായ ജീവിതവും നിത്യജീവന്റെ പ്രത്യാശയും, ഈ ഭൂമിയിൽ വെച്ച് നിനക്ക് ജയകരമായൊരു ജീവിതവും നിത്യജീവന്റെ പ്രത്യാശയും ലഭിക്കും എന്ന് കേട്ട് അടുത്ത ഞായറാഴ്ച വളരെ വിഷമിച്ച് അദ്ദേഹം കോട്ടയത്ത് ആരാധനയ്ക്ക് വന്നു. ആരാധന മധ്യത്തിൽ ഇദ്ദേഹത്തെ ഒരിക്കലും അറിയാത്തൊരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു മീൻപിടുത്തക്കാരനോ താറാവളത്തുകാരനോ ഉള്ള ഒരു പാവപ്പെട്ട വിദ്യാഭ്യാസമില്ലാത്ത വ്യക്തി പ്രാർത്ഥനയുടെ മധ്യത്തിൽ അതിനിടയ്ക്കിരുന്ന ഒരാൾ പരിശുദ്ധാത്മ പ്രേരണയാൽ ഇദ്ദേഹത്തെ തൊട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ വിഷയങ്ങളെല്ലാം വെളിപ്പെടുത്തി പറഞ്ഞു. അദ്ദേഹം വീണ്ടും മീറ്റിങ്ങുകൾക്ക് വരാൻ തുടങ്ങി, കോഴഞ്ചേരിയിലും കോട്ടയത്തും ഒക്കെ.
ഒരു രാത്രി താൻ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ യേശു ഇദ്ദേഹത്തിൻ്റെ കിടക്കക്കരികിൽ തൻ്റെ ശരീരത്തെ വന്ന് തലോടുന്ന ഒരു അനുഭവം തനിക്കുണ്ടായി. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൻ്റെ ശരീരത്തിൽ അസ്വസ്ഥതകളില്ല. സ്തോത്രം. ചുരുക്കി പറയാം, 3 മാസം കൊണ്ട് നഷ്ടപ്പെട്ട വെയിറ്റ് തിരികെ കിട്ടി അല്ലേ? അതിൽ കൂടുതൽ 10 കിലോ അധികം വന്നു. 25 കിലോ കുറഞ്ഞു, 35 കിലോ 25 കിലോ കുറഞ്ഞു, 35 കിലോ വന്നു. അതെനിക്കിപ്പോഴാണ് പിടികിട്ടി. വീണ്ടും അദ്ദേഹം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ പോയി പ്രസിദ്ധനായ ഡോക്ടറെ കണ്ടു. ഇദ്ദേഹത്തെ കണ്ടപ്പോൾ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഇത് അസാധ്യമായ കാര്യമാണ്. അങ്ങനെ പത്തനാപുരത്ത് സഹോദരന്മാരോട് ചേർന്ന ശുശ്രൂഷയിൽ നിന്നു. അവിടുന്ന് ആയിരക്കണക്കിന് പേര് കർത്താവിനെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ കൊറിയയിലും സൗത്ത് ആഫ്രിക്കയിലും പിന്നെ അമേരിക്ക, UK, തായ്ലൻഡ്, കുവൈറ്റ്, ഫിലിപ്പൈൻസ് എന്ന് വേണ്ട ഞങ്ങളൊക്കെ പോയിട്ടില്ലാത്ത രാജ്യങ്ങളിലും ഈ മകനെ കർത്താവ് അയച്ചതോർ അത്ഭുത ശക്തി, മരിച്ചവരെ ഉയർത്തുന്ന ശക്തി, പുനരുദ്ധാന ശക്തി, ജീവിപ്പിക്കുന്ന ശക്തി, നിന്റെ തകർന്ന ബിസിനസിനെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ശക്തി, ആത്മഹത്യക്ക് ഒരുങ്ങിയിരിക്കുന്ന നിന്നെ ഏത് നാട്ടിൽ തകർന്നോ അവിടെ തന്നെ സകല നാട്ടുകാർക്കും ഒരു അത്ഭുതമായി ജീവിപ്പിക്കാൻ കഴിയുന്ന അത്ഭുത ശക്തി ഇന്ന് പകൽക്കാലം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും, ലോകം തരുന്ന പോലെ അല്ല എന്ന് പറഞ്ഞ അത്ഭുത ശക്തി എന്റെ കർത്താവിനെ സൗഖ്യമാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ എല്ലാരും വ്യക്തമായിട്ട് കാണാം. ഒരു വ്യക്തി വിശ്വാസത്താൽ സ്പർശിച്ചാൽ അവിടെ അത്ഭുതം നടക്കും. എല്ലാ ബോഷ്കും പൊളിയട്ടെ. രോഗം ദൈവത്തിന്റെ ആന്ന് പറഞ്ഞ് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പിശാച് വിട്ടുപോകാൻ കൽപ്പിക്കുക. എല്ലാ ദുഷ്ടഭൂതങ്ങളും വെളിയിൽ വരട്ടെ. കണ്ണുകൾ കാണട്ടെ. ബ്ലീഡിങ് സൗഖ്യമാകട്ടെ. ആർത്രൈറ്റിസ് സൗഖ്യമാകട്ടെ. തലമുറകളായി കുഞ്ഞുങ്ങളുണ്ടാകാത്ത ബന്ധനം അഴിയട്ടെ. ഡിവോഴ്സ് പൊട്ടട്ടെ. മദ്യപാനം സൗഖ്യമാകട്ടെ. പുകവലി വിട്ടുമാറട്ടെ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ബ്രസ്റ്റിലുള്ള ലംബുകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. നട്ടലിന്റെ കണ്ണിയകന്ന് ബെൽറ്റ് ഇട്ട് വന്ന വ്യക്തി യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അറ്റാക്ക് വന്നതാ. എൻ്റെ മോളുകളുണ്ട്, അവരോട് ചോദിച്ചാൽ എല്ലാ പേരും പറയാം. ഇപ്പൊ എനിക്ക് ഞാൻ ഇവിടെ വന്ന് ഇന്നപ്പോൾ എനിക്ക് വേദനയായിരുന്നു. ഇപ്പൊ ഒരുപാട് വേദന കുറവുണ്ട്. ഞാൻ മറ്റന്നാൾ ഈ തിരുവനന്തപുരത്ത് പാഞ്ഞിരിക്കുക. എൻ്റെ മോളോട് ചോദിച്ചാൽ എല്ലാ പേരും അറിയാം. കഴിഞ്ഞ മാസം 12-ാം തീയതി സിവിയർ അറ്റാക്ക് വന്ന് അങ്ങനെ ആംബുലൻസിനകത്ത് കൊല്ലം ജില്ലാ ആശുപത്രി കൊണ്ടുപോയതാണ്. അപ്പം ഞായറാഴ്ച രാവിലെ എന്നെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു മരിച്ച് പോയി, എല്ലാവരെയും അറിയിച്ചോളാൻ പറഞ്ഞു. അപ്പം തന്നെ ഞാൻ ഡോക്ടർ കുനിഞ്ഞ് നിന്നപ്പം പറഞ്ഞു, ഇപ്പോൾ വിശ്വാസേ ഈ പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെ കാര്യമല്ല, ഇത് പിശാചാ പറഞ്ഞത്. എൻ്റെ ദൈവം ജീവിച്ചിരിക്കുന്നു, എൻ്റെ അച്ഛൻ ഉയർത്തി ജീവിക്കുന്നു. എന്നിട്ട് ഞാൻ അന്നേരം തന്നെ പ്രയർ ടവറിൽ വിളിച്ചു. ദൂരെയുള്ളവരെ വിളിച്ചറിയിക്കാൻ ഡോക്ടർ പറഞ്ഞപ്പം ഞാൻ അതൊന്നും നോക്കാതെ കൊല്ലത്ത് പ്രജീഷ് ബ്രദറായിരുന്നു, ആരാധനയ്ക്ക് പോയി ഷാജി ബ്രദറിൻ്റെ കയ്യിൽ എഴുതി കൊടുത്തു, ഇങ്ങനെ ഈ അവസ്ഥയാണെന്ന്, ICUയിൽ ഈ അവസ്ഥയെ കിടക്കുവാണെന്ന്. അപ്പം ഞാനിങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പം ഈ വലത്തെ ചെവിക്കകത്ത് ബലൂൺ പൊട്ടി അടിക്കുന്ന പോലെ ഒരു സൗണ്ട് ഞാൻ കേട്ട്. അപ്പം ഞാനിങ്ങനെ അന്നേരം ഞാൻ നോക്കുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവ് ഇതെന്താ? അന്നേരം എന്നോട് പറഞ്ഞു, മോളെ നിൻ്റെ അച്ഛൻ ഒരു നിമിഷം ഈ ഭൂമിയിലില്ലായിരുന്നു, ഞാൻ ആ ഹൃദയം പറിച്ചു മാറ്റി, പുതിയ ഹൃദയം നിൻ്റെ അച്ഛന് നൽകി. ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? മറിഞ്ഞുപോയി. എന്നിട്ട് തൊട്ടു യേശു 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 യേശു. എന്തോ പറ്റിയതാ? BP വന്ന് ഞരമ്പ് കട്ടായി, ബ്ലഡ് ക്ലോട്ടിങ്, കൈയും കാലും തളർന്നതാ. എത്ര നാളായി? 3 വർഷമാവും. ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്നാ മാറ്റം കാണുന്നേ? നടക്കും. ഈ വടിയില്ലാതെ ഇങ്ങനെ നടക്കുമായിരുന്നോ? ഇല്ല. ഓർമ്മയെല്ലാം പോയി സംസാരിക്കത്തില്ല, ഓർമ്മ കിട്ടത്തില്ലായിരുന്നു. പ്രാർത്ഥനയ്ക്ക് വന്നു തുടങ്ങി കഴിഞ്ഞാണൊക്കെ പിന്നെ ഇതുപോലെ ചെറുതായിട്ട് കാര്യം പറയും, മറ്റേ ഒന്നും അറിയത്തില്ല, എല്ലാം ഇങ്ങനെ കൈ ചൂണ്ടി കാണിക്കും, അല്ലെ എന്തൊരു ആംഗ്യം കാണിക്കത്തേ ഉള്ളായിരുന്നു.
പിന്നെ ഇപ്പം പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഇദ്ദേഹം മറിഞ്ഞു വീഴുന്ന ഞാൻ കണ്ടല്ലോ. യേശു തൊട്ടെന്നാ അവൻ പറഞ്ഞത്. തൊട്ടു തൊട്ടു തൊട്ടു. ഈ സഹോദരിക്ക് ഇപ്പോഴും ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്ന സഹോദരിയാണ്. പക്ഷെ ഇവിടെ കാഴ്ചയില്ലായിരുന്നു. ഇപ്പം ഇവിടെ വന്നപ്പോൾ കാഴ്ച ശക്തി കിട്ടി. ശരീരത്തിന് ഒരു വലിയ വിടുതൽ. മങ്ങലായിരുന്നു കണ്ണിന്. ഇവിടെ വരുന്നതിന് മുമ്പ് മങ്ങി ഇരിക്കും. എനിക്ക് ആളെ വ്യക്തമായിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണിന് മങ്ങൽ മാറിപ്പോയി. ആഴ്ച എല്ലാവരും വ്യക്തമായിട്ട് കാണാം. കരമൊന്ന് അടിച്ച് കർത്താവിനെ സ്തുതിച്ചു. ഈ ഒരു വർഷം കൊണ്ട് ഈ നടുവിന് ഈ ഒരു ഭാഗത്ത് ഭയങ്കര വേദനയാണ്. അത് മരുന്നൊക്കെ ചെയ്തിട്ടും കുറയുന്നില്ല. ഇന്ന് സംഭവിച്ചത് ഇപ്പം ആരാധന സമയത്ത് ഒരു തണുപ്പ് പോലെ വന്നു. അപ്പം ഈ വേദന മാറി. ഞാൻ കുഴിഞ്ഞുനിഞ്ഞ് ഇരുന്നു നോക്കി, എഴുന്നേറ്റ് നോക്കി, പൂർണ്ണ സൗഖ്യം യേശു തന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. വീണ് നട്ടലിന് പൊട്ടലായിരുന്നു അവിടെ എൻ്റെ വീട്ടിലെ. എനിക്ക് ഭയങ്കര വേദനയായിട്ട് കിടക്കുമായിരുന്നു. ഇങ്ങനെ കുനിയാനും ഒന്നും ഒക്കത്തില്ലായിരുന്നു. പക്ഷേ വേദനയായിരുന്നു. ഇവിടെ വന്നു ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ 9 മാസമായി. പിന്നെ പ്രാർത്ഥനാലയത്ത് വന്നാൽ എനിക്കെല്ലാം സുഖമായി. ഇപ്പോഴെനിക്ക് നടുവിന് വേദനയായിരുന്നു. ഇപ്പം എനിക്കൊരു ചൂട് പോലെ അനുഭവപ്പെട്ടു. എനിക്കിപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. മോന് ഞരമ്പ് സംബന്ധമായ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ബ്രദർ അതിനുവേണ്ടി പ്രാർത്ഥിച്ചില്ല. പക്ഷേങ്കിൽ എന്ത് കാര്യമായാലും വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പോഴാണ് അത് അവരുടെ പ്രശ്നമാകുന്നതെന്ന് ബ്രദർ പറഞ്ഞപ്പം ഞാൻ മോൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പം തലയിലെ ഞരമ്പുകൾ മൊത്തം ഒന്ന് അനങ്ങുന്നതായ ഒരു അനുഭവം എനിക്കുണ്ടായി. മോന് ചെറിയൊരു വേദന തലയിൽ അനുഭവപ്പെട്ടെന്ന് മോൻ എന്നോട് പറഞ്ഞ ആ സമയത്ത്. എന്തോ പറ്റിയതാ? ഞരമ്പ് സംബന്ധമായ പ്രശ്നം കൊണ്ട് ഓർമ്മക്കുറവുണ്ട്. ജന്മനാ ഉള്ളതാണോ എന്തോന്ന് എനിക്കറിയത്തില്ല. ഇപ്പം പഠിക്കുന്നവന് ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ അവൻ പറയുന്നത് അവന്റെ ശരീരത്തിൽ എന്തോ സംഭവിച്ചെന്നാണോ? എന്തോ ഒരു വേദനയുണ്ടെന്ന് മോൻ ഇപ്പൊ എന്നോട് പറഞ്ഞു. ഞാൻ ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട സമയത്ത് ഞരമ്പുകൾ മൊത്തം ഒന്ന് അനങ്ങുന്നതായിട്ട് എൻ്റെ കൈക്ക് അനുഭവപ്പെട്ടു. താങ്ക് യു ജീസസ്. എല്ലാവരും കരം നീട്ടിക്കുക. കർത്താവേ, ഈ കുഞ്ഞിനെ നീ വിടുവിച്ചതിനായി സ്തോത്രവനെ മിടുക്കനാക്കിയതിനായി നന്ദി. കരമടിച്ചു കർത്താവിനെ സ്തുതിക്കാം. എൻ്റെ കണ്ണിന് പിന്നെ മങ്ങലുണ്ട്. പിടിക്കുന്ന ആൾക്കാരൊന്നും എനിക്ക് കാണത്തില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് കയറി വന്നപ്പോഴേ ഇവിടെ വന്നിരുന്നപ്പോൾ തൊട്ട് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കിട്ടി. കർത്താവ് എന്നെ തൊടുവിച്ചു. എനിക്ക് പൂർണ്ണമായി എനിക്ക് കാഴ്ച നല്ലപോലെ കിട്ടിയത്. മറ്റേ നിൽക്കുന്നവരുടെ മുഖം വ്യക്തമല്ലായിരുന്നു. കാണത്തില്ലായിരുന്നു. ഇന്നലെ വരെ കാണത്തില്ലായിരുന്നു. ഇപ്പം നല്ലപോലെ കാണാം. ദൂരേക്ക് ശരിക്കും കാണാം. കരമടിച്ചു നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. 3-4 ആഴ്ച കൊണ്ട് ഇങ്ങനെ മൂക്കിൽ നിന്ന് ഇങ്ങനെ ബ്ലഡിൻ്റെ സ്മെല്ലും ബ്ലഡും വരുമായിരുന്നു. അപ്പം ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഇതേപോലെ ബ്ലഡ് ഇങ്ങനെ ഒരു നല്ല സ്മെല്ലായിരുന്നു. ഇന്ന് കർത്താവ് അതിവിടെ വെളിപ്പെടുത്തി. മൂക്കിൽ നിന്ന് ഒഴുകുന്ന വ്യക്തിയെ വെളിപ്പെടുത്തി അല്ലേ? അന്നേരം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മൂക്കിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കി ഈ സ്മെല്ലുണ്ടോന്ന്. ഇപ്പോൾ അതുകൊണ്ട് കാറ്റ് പോലെ നല്ല തണുപ്പ് അനുഭവപ്പെട്ടു. ഇപ്പോൾ നോക്കുമ്പോൾ സ്മെല്ലില്ല. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. Let me encourage all of you to have an intimate relationship with Jesus Christ. നമുക്ക് പ്രാർത്ഥിക്കാം. Father of my Lord and Savior Jesus Christ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നല്ലോ. ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ഓ ജീസസ്, we want you. We want the real you. We want you, Jesus, the person. We want to have a close fellowship with you. We want to get intimate with you, and Holy Spirit encourage us to do that. You know, Jesus, ignite that flame in our hearts so that we might be ignited for you, O Lord. കർത്താവിൻ്റെ കൂടെ കൂടുതൽ സമയം ഇരിക്കാനും ചെലവഴിക്കാനും കർത്താവെ ഞങ്ങളെ സഹായിക്കാൻ പോകുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവെ, ഞങ്ങൾക്ക് അതിനുള്ള ആഗ്രഹം തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ കേൾക്കുന്നവരെല്ലാം കർത്താവെ ഇന്നു മുതൽ കർത്താവെ സ്റ്റാർട്ട് വർക്കിംഗ് ഇൻ ദം. ഹോളി സ്പിരിറ്റ് ഹെൽപ്പ് ദം ടു ഡു ഇറ്റ്. ഇൻ ജീസസ് നെയിം ഐ പ്രേ. ആമേൻ. ആൻഡ് സോ സ്റ്റാർട്ട് സ്പെൻഡിങ് ടൈം വിത്ത് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് സീ എ മാസീവ് ചേഞ്ച് ഇൻ യുവർ ലൈഫ്. അടുത്ത തവണ കാണും വരെയും കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. സ്വർഗീയ വിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഈ ശനിയാഴ്ച പന്തളത്ത്. ഫെബ്രുവരി 28. ശുശ്രൂഷകൾ രാവിലെ 10-ന്.
നാനാക്ക് കൺവെൻഷൻ സെന്റർ. തോമസ് ഊട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. प्रेम की परिभाषा को ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को. प्रेम का सागर है तू, चांदी का राजकुमार है तू. चरणों में आकर हाथ उठाकर करते हैं तेरे